ഹലോ ഫ്രണ്ട്സ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിബെസ്റ്റമാകട്ടെ. നമ്മൾ ഇന്നത്തെ റീഡിംഗ് പോർഷൻ യോഹന്നാൻ 20:19 മുതൽ 29 വരെ. ഞാൻ ഈ പോർഷൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഞാൻ വായിച്ചു അറിയാം. അപ്പം ഞാൻ ഈ പോർഷൻ ആണെങ്കിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യേശുപച്ചൻ മരിച്ചിട്ട് ഉയർത്തെണ്ണീറ്റപ്പോൾ ഉള്ള സ്റ്റോറി അറിയാം അല്ലേ? അപ്പം ഈ യോഹന്നാൻ 20:19 മുതൽ 23 വരെ പറയുന്നത്, യേശുപ്പച്ചൻ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ സമാധാനം നിങ്ങൾക്ക് തരുവാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങ് സ്വർഗത്തിലേക്ക് പോകുവാണെങ്കിൽ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കൂടെ കാണും. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാത്തത് എന്നൊക്കെ ആ ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അടുത്തത് 24 മുതൽ 29 വരെ പറയുന്നത്, യേശുപ്പച്ചൻ തോമസിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം തോമസിന് വിശ്വാസമില്ലായിരുന്നു. തോമസിൻ്റെ മുൻപിൽ യേശുപ്പച്ചനെ പ്രത്യക്ഷപ്പെട്ടെന്ന് തോമസിന് വിശ്വാസമില്ലായിരുന്നു. തോമസിന് വിശ്വസിക്കാൻ എന്തോ വേണം? നമ്മളെ യേശുപ്പച്ചൻ ക്രൂശിൽ തറച്ചപ്പോഴത്തെ ആ ആണി കൊണ്ട് ആ ഹോളില്ലേ, ആ ഹോളിൽ എന്തുവാ തോമസിന് കൈയിട്ട് നോക്കിയാലേ വിശ്വാസം ആകത്തുള്ളൂ. അപ്പം നമുക്ക് ഈ സ്റ്റോറിക്കകത്തുനിന്ന് മനസ്സിലാക്കുന്നത്, യേശുപ്പച്ചൻ ഈ സ്റ്റോറിക്കകത്ത് 3 കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, യേശുപ്പച്ചൻ ശിഷ്യന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മൂന്നാമത്തത് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുപ്പച്ചൻ പറഞ്ഞു, സമാധാനം നിങ്ങൾക്ക് തരുവാണ്, ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. മൂന്നാമത്തേതായിട്ട് യേശുപ്പച്ചൻ തോമസിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം നമുക്ക് ഈ സ്റ്റോറിക്കകത്തുനിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ തോമസിൻ്റെ കൂട്ടാകാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ തോമസിന് വിശ്വാസമില്ലായിരുന്നു. യേശുപ്പച്ചൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും യേശുപ്പച്ചൻ്റെ ആ ഹോളിൽ, കയ്യിലെ ഹോളിൽ തൊട്ട് നോക്കുന്നത് ഒക്കെ തോമസിന് അത് യേശുപ്പച്ചനാണെന്ന് വിശ്വസിക്കാൻ അതൊക്കെ വേണമായിരുന്നു. പക്ഷെ നമ്മളാകാൻ പാടില്ല. നമ്മളങ്ങനെ ആകാൻ പാടില്ല. നമ്മളെ സ്വർഗം കണ്ടിട്ടില്ല, യേശുപ്പച്ചനെ കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല അല്ലേ? അപ്പം നമ്മളാണെങ്കിൽ നമ്മളെ യേശുപ്പച്ചൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം അനുസരിച്ച് പോകുവാണെങ്കിൽ നമ്മൾ യേശുപ്പച്ചൻ ഒരു നാൾ ഈ ഭൂമി വരുമ്പോൾ നമ്മളെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോകും. അപ്പം യേശുപ്പച്ചൻ പറയുന്നത്, കാണാത്തവരാണ് സ്വർഗം ഒന്നും ഭാഗ്യവാന്മാരാണ്. ഇപ്പം സ്വർഗവും യേശുപ്പച്ചനൊക്കെ കണ്ടവരാണെങ്കിൽ ഭാഗ്യവാന്മാരല്ല. നമ്മൾ യേശുപ്പച്ചൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ അനുസരിച്ച് പോവുകയാണെങ്കിലേ നമ്മൾക്ക് സ്വർഗരാജ്യമുള്ളൂ. താങ്ക് യു.